ക്രൂശിതൻ്റെ ഓർമ്മകളിലൂടെയുള്ള സഞ്ചാരമാണ് നോമ്പുകാലം. ഒരുപാട് പരിത്യാഗ പ്രവൃത്തികളൊക്കെ ചെയ്ത് ആ ക്രൂശിതൻ്റെ പീഡാനുഭവങ്ങളോട് ചേർന്ന് നിൽക്കാൻ നമ്മൾ പരിശ്രമിക്കുന്ന ഒരു കാലഘട്ടം. നോമ്പുകാലത്ത് മാത്രമല്ല, എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. സ്നേഹം ധാരയായി ഒഴുകുന്ന ഒരു ഹൃദയം എനിക്ക് നൽകണമേ എന്ന്. തദ്ദേവസച്ചൻ്റെ ഒരു മനോഹരമായിട്ടുള്ളൊരു ഗാനമാണ് അമൃതം എന്ന ആൽബത്തിലെ സ്നേഹം ധാരയായി ഒഴുകും ഹൃദയമേകണേ. അതിൻ്റെ അനുപല്ലവി നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, അത് ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. ഒരുവനിന്നുയർന്നു വന്നാൽ മനസ്സിലാധിയായി അവനുമേലസൂയമൂത്ത് കഥമെനഞ്ഞു ഞാൻ. അതിശയമായ വജസാൽ പഴി പറയുക ശീലമായി പലരുടെ പേരിനും മേൽ ഞാൻ പലവിധ ദോഷമേകി. ഈശോ നാഥ കനിവേകി മാപ്പു തരൂ നീ. ഒരു പ്രശ്നം വന്നാൽ, ഒരു സങ്കടം വന്നാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്തായിരിക്കും? ഈ നാളുകളിലൊക്കെ ഒരുപാട് എൻ്റെ മനസ്സിനെ മഥിച്ച ഒരു പ്രശ്നം, ഒരു സങ്കടം വന്നപ്പോൾ ഞാൻ ചെയ്തൊരു കാര്യമെന്ന് വെച്ചാൽ, അവരുടെ അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഒരുപാട് വിശ്വസിച്ച് സ്നേഹിച്ച് കരുതലോടെ കൊണ്ടു നടന്ന ഒരാൾ എന്നെ മനസ്സിലാക്കിയില്ല എന്ന് ബോധ്യം വന്നപ്പോൾ ഞാൻ ആദ്യമേ അവരുടെ കുറവുകളെ കണ്ടെത്തി അത് മറ്റുള്ളവരുടെ മുമ്പിൽ പരസ്യപ്പെടുത്തി ആ ഒരു സന്തോഷം കണ്ടെത്താനാണ് അപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ മറ്റൊരാൾ നന്നാകുന്നത് കാണുമ്പോൾ നമ്മുടെയൊക്കെ പലപ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു സങ്കടമാണ് വരുന്നത്. അവരുടെ നന്മയെ പ്രതി സന്തോഷിക്കാൻ പലപ്പോഴും കഴിയുന്നില്ല. അവർക്ക് ദോഷമാകുന്ന കാര്യങ്ങൾ ചെയ്യാനാണ്, ദോഷമാകുന്ന പ്രവൃത്തികൾ ചെയ്യാനാണ് എപ്പോഴും മാനുഷികമായിട്ട് നമ്മുടെ പ്രകൃതം. പക്ഷേ ഈശോ ചെയ്തത് അതല്ല. ദോഷമാകുന്നതൊന്നും ആർക്കും ചെയ്തില്ല. കാനായിലെ കല്യാണ വിരുന്നിൽ നമ്മൾ കണ്ടതാണ്. അവർക്ക് അപമാനം വരുമെന്ന് കരുതിയൊരു കാര്യം, പക്ഷേ അവിടെ നന്മയായി ചെയ്ത് അവൻ കടന്നു പോകുന്നു. പാപിനിയായ സ്ത്രീ എന്തോരം മുറിവേറ്റിട്ടാണ് അവിടെ വന്നത്. എല്ലാവരും കല്ലെറിയാൻ നോക്കി നിൽക്കുകയാണ്. പക്ഷേ അപ്പോഴും ഞാനും വിധിക്കുന്നില്ല, സമാധാനത്തോടെ പോവുക, ഇനിമേൽ പാപം ചെയ്യരുത്. അപ്പോൾ എന്തൊരു ഔദാര്യത്തോടെയാണ് ആ സ്ത്രീയോട് ഈശോ ഇടപെട്ടത്. അതുപോലെ തന്നെ പീലാത്തോസിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴും എന്തൊരു നിശബ്ദനായിട്ടാണ്. എല്ലാവരും അവനെ ആക്രോശിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പത്രോസ് തള്ളി പറഞ്ഞപ്പോൾ കരുണയോടുകൂടി അവനെ നോക്കാനായിട്ടാണ് ഈശോ ശ്രമിച്ചത്. കാരുണ്യത്തോടെ നോക്കുക മാത്രമേ ചെയ്തോളൂ. യൂദാസ് ഒറ്റ കൊടുത്തപ്പോൾ അവനെ ചേർത്ത് പിടിക്കാനായിട്ട്, നീ ചുംബനം കൊണ്ട് എന്നെ ഒറ്റ കൊടുക്കുകയാണെന്ന് ചോദിച്ചത് പോലും അവനെ ചേർത്ത് പിടിക്കാനായിട്ട് ഈശോ ശ്രമിക്കുന്നു. അപ്പോൾ ദോഷമായിട്ടതൊന്നും ഈശോ ചെയ്യുന്നില്ല. നമുക്കും നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകാം, അല്ലെങ്കിൽ മനസ്സിലാകാതെ പോകുന്ന ഇടങ്ങളുണ്ടാകാം, അല്ലെങ്കിൽ തള്ളിപ്പറയപ്പെടുന്ന അവസ്ഥകളുണ്ടാകാം. അവിടെയൊക്കെ നന്മ പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നന്മയാകുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ ഈ നോമ്പുകാലം ഇടവരുത്തട്ടെ. അതിനുവേണ്ടി നമുക്കൊരു പ്രാർത്ഥന മാത്രം ഹൃദയത്തിൽ സൂക്ഷിക്കാം. സ്നേഹം ധാരയായി ഒഴുകുന്ന ഒരു ഹൃദയം എനിക്ക് നൽകണമേ. അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തൊരു ഭാഗ്യവാന്മാരായിരിക്കും. നമുക്ക് എല്ലാവരോടും സ്നേഹത്തോടെ അവരുടെ നന്മയിൽ സന്തോഷിച്ച് മുന്നോട്ട് പോകാനും അങ്ങനെ ആ ഉത്ഥാനത്തിൻ്റെ സന്തോഷത്തിലേക്ക് നമുക്ക് നടന്നെടുക്കാനും നമുക്ക് കഴിയും. അതിനുവേണ്ടി നമുക്ക് കൂടുതലായിട്ട് പരിശ്രമിക്കാം. ഈ നോമ്പുകാലം ഇനി ഒരുപാട് നാളുകളില്ല. ഉത്ഥാന തിരുനാൾ അടുത്തിരിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം, സ്നേഹം ധാരയായി ഒഴുകുന്ന ഒരു ഹൃദയം എനിക്ക് നൽകണം.